എനിക്കാണെങ്കിൽ ഇഡലി ഇഷ്ടല്ല. ഇതിപ്പോ ആ മല്ലിക ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഞാനപ്പോ ഇത്തിരി സാമ്പാർ മാത്രം ഉണ്ടാക്കി വെച്ച്. സാമ്പാറിൽ ഉപ്പുണ്ടോ? നല്ലോണം ഉണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കണ്ട വെച്ചിട്ട് ഞാൻ പറയായിരുന്നതാ. എനിക്കറിയില്ല. നിങ്ങൾ ഉപ്പിടും പിന്നെ കാണിച്ചിട്ട് ഇട്ടാ മതിട്ടോ. ഇത് അങ്ങോട്ട് മുഴുവൻ കഴിക്കണം കേട്ടോ. എന്തേ അല്ല വെള്ളം എടുക്കണം. വെള്ളം അടച്ചോനെ. മോൾക്കോക്കെ മോൾക്കോക്കെ ഇങ്ങനെ മോൾക്കോക്കെ പോയോ? പോയോ? ശരിയായോ? അതുകൂടി അങ്ങോട്ട് തിന്നെ. എന്താ കരിയണ്? അടുപ്പത്ത് വെച്ചോ? അല്ലാഹു ഓംലേറ്റ്. അതെല്ലാം കരിഞ്ഞി. എന്നാ ശരി 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 ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. എതുക്ക് കൂപ്പിട്ട? ഞാനേ അന്നൊന്ന് കാണണം വിചാരിച്ചിട്ടിരിക്കായിരുന്നു. വാ കേറ്. അതേ എന്നാ ഭായി ഇരിക്ക്. ഞാനേ റസ്യ വീണ കാര്യം അറിഞ്ഞില്ലേ? ഡോക്ടർ എന്നെ ചൊല്ലിച്ച്. അല്ല അതിനിപ്പോ ഒരു 1.5 മാസം പ്ലാസ്റ്റർ ഇടണമെന്നാ പറഞ്ഞേക്കണേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കുടുങ്ങിയത് എന്താ വെച്ചപ്പോ വീട്ടിലെ പണികൾക്കൊന്നും ഇപ്പൊ വീട്ടുവേലെല്ലാം മുടിஞ்சுதான் കട പോയി തുറക്കണം. ரொம்ப കഷ്ടം. വലിയ ഇടങ്ങറാണ്. പിന്നെ ഇപ്പൊ കുട്ടിക്ക് സ്കൂളിൽ പോകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇടങ്ങറേ. അപ്പൊ ഞാനിപ്പോ നമുക്ക് ഈ വീട്ടുപണിക്ക് വേണ്ടിട്ട് ഒരാളെ കിട്ടാനേ ഞാൻ ജോസൂട്ടിനോടും കുഞ്ഞുട്ടിനോടൊക്കെ പറഞ്ഞപ്പോ അവരൊക്കെ അന്വേഷിച്ച്. അപ്പൊ അവര് 1-2 സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോ ഒരാളും ഇല്ല. ഭയങ്കര തിരക്ക്. അപ്പൊ ഇവർക്കാണല്ലോ ഏറ്റവും വലിയ തിരക്ക്. അപ്പൊ ഞാനൊരാളെ കിട്ടാൻ ഞാനിപ്പോ എന്റെ ഈ നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാരെ വരിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ പാട്ടിക്ക് ഉടമ്പ് ശരിയില്ല. ഇല്ലാ സുമേനെ കൊണ്ടുവന്ന് ഒരു മാസം നിർത്തി. അത് വേണ്ട. അതൊന്നും വേണ്ട. നമ്മുടെ ആൾക്കാരനൊന്നും നമുക്ക് നമ്മുടെ ഇവിടെ പണിക്ക് നിർത്താനൊന്നും പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ഈ പണിക്കായിട്ട് തന്നെ വരുന്ന വീട്ടുപണിക്കായിട്ട് തന്നെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പരിചയമുള്ളവർ വല്ലവരും ഉണ്ടോ? എന്തോരക്ക് അങ്ങനെ ഒരാളിരുന്നാ കൂട്ടിയിട്ട് വരണം. അങ്ങനെ ഒരാളെ കിട്ടുവെച്ച വലിയ സൗകര്യവും എന്തോരെ. അപ്പൊ അത് എന്നോടൊന്ന് അന്വേഷിക്കാൻ വെച്ചിട്ടായിരുന്നു. ഇർക്ക് ഉണ്ട് അല്ലേ? ചെമ്പകം എന്ന് പറഞ്ഞൊരു പൊണ്ണ് ഇരിക്കുന്നത്. അതെ കിട്ടുവോ? கோவையில இருக்கிறது எனக்கு ரெண்ட பழக்கம். അതെ എവിടെ എവിടെ? நம்ம തെരുവില മാരിയം കോവിൽ പക്കത്തിലതാ ഒരു വീട്. ശരി ശരി. അവര് കഴിഞ്ഞ ആഴ്ച എന്നെ பார்த்தது. അപ്പൊ അവരൊരു മേനോന്റെ വീട്ടിലാണ് വേലക്കുന്നത്. അതെ. അവരിപ്പോ വെക്കേഷൻ ടൈമില് മക്കളെയും കൂട്ടി അമേരിക്കയിലേക്ക് പോയി. ഇനി ഒരു മാസം കழிச்சு தான் വരും. அப்ப இப்ப ஃப்ரீயா தான் இருக்குது. ஒரு வேலை எங்கேயாவது கிடைக்குமோன்னு என்ன കഴിഞ്ഞ വാരം കേട്ടപ്പോ சொல்லிச்சு அப்படி. പടച്ചോ കാത്തുന്നപ്പോ ഇങ്ങോട്ട് വരാനായിട്ടാ പോയി. അത് നന്നപ്പോ ആളൊന്നും വിളിക്കാൻ പറ്റുമോ? சரி நான் கூப்பிடலாம். வேலை இருக்குதானே என்கிட்ட கேட்டது தானே. എങ്ങനെ ആളെങ്ങനെയാണ്? அழகான பொண்ணு, குயில் நாதம், പാടും ആടും. സൂപ്പർ. അല്ല ഇത് ഗാനമേളക്ക് വേണ്ടിട്ടല്ല, ഇവിടെ വീട്ടുപണിക്കാണ്. അതല്ല നമ്മ കുടുംബത്തിലെല്ലാം വരുമ്പോ ഒരു ഐശ്വര്യം இருக்குன்னு சொன்னேன். ശരി. അപ്പൊ എന്നാ ഒന്ന് അറേഞ്ച് ചെയ്താൽ നന്നായി. ശരി. അപ്പൊ அப்படின்னா நான் காலையில போய் അവരെ കൂട്ടിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് കിട്ടി അത്രയും നന്നായി. ശരി. ശരിയല്ല ഒരു 1000 രൂപ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. പിന്നെന്താ കൊടുക്കാം. എനിക്ക് കൊണ്ടുവരുന്നതിന്റെ അതിന്റെ വണ്ടി കാശും തരാം ഞാൻ. വണ്ടി കാശൊന്നും വേണം, നമ്മ കുടുംബത്തേക്ക് തന്നെ. എനക്കൊന്നും വേണം. 1000 രൂപ അഡ്വാൻസ് കൊടുത്താ പോതും. ആയിക്കോട്ടെ ഞാൻ കൊടുക്കാം. അപ്പൊ കാലയില ഞാൻ പോയി കൂട്ടിട്ട് വന്നിടறேன். ശരി. ഒന്നും കവലപ്പെടാൻ ഞാൻ ഏത്തു. ശരി ശരി. ഏതായാലും ഇത് ഈ കോലത്തിൽ അവസാനിച്ചത് നന്നായി. എങ്ങാനും നടുവും തല്ലി വീണിട്ട് നടു ഒടിഞ്ഞിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അതിലേറെ പെട്ടില്ലേ? ചായ കുടിക്കും. ഇന്നലെ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ അല്ലേ? അല്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ ഇപ്പൊ ദോരേനെ കോയമ്പത്തൂർക്ക് വേലക്കാരി നോക്കാൻ വേണ്ടി പറഞ്ഞത് എന്തിനാണ്? തല്ലടാ, ഒരാള് ആരെങ്കിലും ഉള്ളതല്ലേ. അപ്പൊ ഇവളില്ലേ തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാണ് ഇതിന് നിന്നത്? നീ ഇജെന്ത് വർത്താനാ പറഞ്ഞത്? ഓളവിടെ കിടന്നിട്ട് അടിക്കണ നിക്കറിഞ്ഞൂടെ? അത് കുഴപ്പമില്ല. ഇത്തിരി ചോറും കറിയും തരാൻ ഇത്തിരി പാടാ. അല്ല അതല്ല മല്ലിക, ചോറും കറിന്റെ അല്ല. ഇതിപ്പോ ഇജ്ജ് നേരം എടുക്കുമ്പോതാ ആ കുട്ടികളെ പറഞ്ഞു വിടണ എങ്ങനെ നിക്കറ. അതേമാതിരി ഇവിടത്തെ ഉണ്ടല്ലോ ഒരു സാധനം, അതുമ്പോഴും കൂടി അങ്ങോട്ട് യുദ്ധം വെട്ടണ കണ്ടിട്ടുണ്ടെങ്കിൽ ആനനെ മെരുക്കണ മാതിരിയുള്ള അവസ്ഥയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. വീട്ടില് വേലക്ക് നിൽക്കണ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ കിട്ട
ഇഷ്ടല്ല. നിങ്ങളൊരു ഡോക്ടറിനെ വക്കീലിനെ വേണ്ടി പറഞ്ഞാൽ കൊണ്ടുവന്നേരാ. അത് ശരിയാ. അത്ര ഡിമാൻഡാണ് ഇവർക്ക്. എന്തേലും ആട്ടെന്നാ. നല്ല നോക്കിട്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞു വിടാൻ. നോക്കാം. ഒന്നാമത് ഇന്റെ അടുക്കളയിൽ ആരും കേറണത് എനിക്ക് ഇഷ്ടല്ല. വാപ്പാക്കും ഇഷ്ടല്ലായിരുന്നു അന്യരുടെ അടുക്കളയിൽ കേറണതേ. വാപ്പാനെ കൊണ്ടാ പോലെ അല്ല, എന്റെ വാപ്പ കബറിൽ സ്വസ്ഥായിട്ടൊന്ന് കയറുന്നോട്ടേ പറയാ. ഏത് കാര്യത്തിനും അതിനെ വലിച്ചയക്കും. അതെ, ആ വാതിലൊക്കെ തുറന്നിട്ടാ പോകുന്നത്. വല്ല വട്ടിയും കയറും. എവിടെയും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒട്ടും. നീക്ക് പോവാ. ഞാൻ എനിക്കിപ്പോ ലേശം കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുതരാം കേട്ടോ. എന്നാ ശരിട്ടാ. ആയിക്കോട്ടെ. നോക്കിയിട്ടൊക്കെ നടക്കണ്ടോ. ആ